ആലപ്പുഴ കായംകുളത്ത് നിന്ന് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മോഷണം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കന്യാകുമാരി സ്വദേശി സജിയാണ് മരിച്ചത്. അയൽവാസിയുടെ കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കാണാതായതിനെ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഒരു ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ്. മോഷണം നടത്തിയത് ഇയാൾ തന്നെയാണോ? അക്കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണമുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? എത്ര പേർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അശ്വിൻ? റിജിത്ത്, ഷിബു എന്നാണ് ഈ കൊല്ലപ്പെട്ട ആളുടെ പേര്. ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരം സജി എന്നായിരുന്നു. പിന്നീട് കൃത്യമായ ഐഡന്റിറ്റി കാർഡ് അടക്കം ലഭിച്ച ശേഷമാണ് ഷിബു എന്നാണ് ഇയാളുടെ പേര് എന്ന് മനസ്സിലാകുന്നത്. കൊല്ലപ്പെട്ടത് കന്യാകുമാരി സ്വദേശിയായ ഷിബുവാണ്. 49 വയസ്സാണ് ഷിബുവിനുള്ളത്. പോലീസിന്റെ എഫ്ഐആറിലാണ് ഈ പുതിയ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഞെട്ടലുളവാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. 7 പേർ ചേർന്നാണ് ഈ ഷിബുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതായത് 7 പേരാണ് ഇതിലുള്ളത്. അതിൽ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ അണിയുന്ന സ്വർണ്ണ ചെയിൻ മോഷ്ടിച്ചു. അത് കാണാതായി. അത് മോഷ്ടിച്ചത് ഷിബു ആണ് എന്ന് ആരോപിച്ചാണ് ഇന്നലെ രാത്രിയോടുകൂടി വൈകുന്നേരത്തോടുകൂടി ഈ ഷിബുവിനെ 7 പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നെഞ്ചിന് ഇടിച്ചും മുഖത്തടിച്ചും പുറത്ത് ചവിട്ടിയും ഒക്കെ മാരകമായ മർദ്ദനമാണ് ഇന്നലെ ഷിബുവിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. സ്ത്രീകളടക്കമാണ് ഈ കേസിലെ പ്രതി. 1-ാം പ്രതി രതീഷാണ്. രതീഷ്, ഒപ്പം ശ്രീശാന്ത്, കനി, വിഷ്ണു. ഇതിൽ 4-ാം പ്രതിയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ മകളുടെ സ്വർണ്ണ ചെയിനാണ് ഇങ്ങനെ കാണാതായത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം 5-ാം പ്രതി ചിഞ്ചു, 6-ാം പ്രതി ശ്രീശാന്ത്, 7-ാം പ്രതി കണ്ടാൽ അറിയാത്തവരാണ്, അൺനൗൺ എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ മർദ്ദനം ഷിബുവിന് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഈ വൈകുന്നേരം ഈ വീടിന് സമീപത്തുകൂടി പോയപ്പോൾ ഈ സ്വർണം കാണാതായ സംഭവം ചോദ്യം ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് ആദ്യം ഷിബു നിഷേധിക്കുകയാണ്. പിന്നീട് കൂടുതൽ ആളുകൾ അയൽവാസികളടക്കം ഈ വിഷ്ണുവിന്റെ അയൽവാസികളടക്കം സ്ഥലത്തേക്ക് എത്തുകയും കൂട്ടം ചേർന്ന് ഈ ഷിബുവിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. 7-ാം പ്രതി അടക്കമുള്ളവർ ചേർന്ന് ഈ ഷിബുവിന്റെ നെഞ്ചത്തിടിച്ചും ചവിട്ടിയും ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 7 പേരും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വളരെ ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. കായംകുളം പോലെ ഒരു വളരെ ഉള്ളിലോട്ട് കയറിയുള്ള കായംകുളത്ത് തന്നെ മോഷണം നടത്തിയത് ഷിബു തന്നെയാണോ? അക്കാര്യത്തിലൊരു സ്ഥിരീകരണമുണ്ടോ? പോലീസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇനി മോഷണം നടത്തിയത് ഷിബു ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ചില നിയമവ്യവസ്ഥകളുണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ആൾക്കൂട്ടം അയാളെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന നിലയാണല്ലോ ഉണ്ടായത് അശ്വിൻ. എന്തായാലും അതിൽ ഒരു സ്ഥിരീകരണമില്ല. ആരാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തതയില്ല. ഒരു സംശയം മാത്രമാണ്. അതായത് ഈ ഷിബുവിൻ്റെ വീട്ടിലേക്ക് ഈ മകൾ, കുഞ്ഞുകുട്ടിയാണ്, സ്വാഭാവികമായും അവിടേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ സ്വർണം കാണാതായി എന്നുള്ളതായിരുന്നു ഇവർ പറയുന്നത്, ആരോപിച്ചിരുന്നത്. അങ്ങനെ ഒരു സംശയം മാത്രമാണുള്ളത്. അല്ലാതെ ഈ സ്വർണം മറ്റെവിടെയെങ്കിലും കാണാതെ പോയതാണോ, ഈ കുട്ടി കളിക്കുന്നതിനിടെ എവിടെയെങ്കിലും ഊരിപ്പോയതാണോ എന്നതിനെ പോലും ഒരു വ്യക്തതയില്ല. പക്ഷേ അവർ ആരോപിക്കുന്നത് ഇത് ഷിബു ഈ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടി ഈ വിഷ്ണുവിന്റെ വീടിന് സമീപത്തുകൂടി കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഷിബുവിനെ തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയും ആദ്യഘട്ടത്തിൽ മർദ്ദനം നടക്കുകയും ചെയ്തത്. ഈ ആദ്യത്തെ മർദ്ദനത്തിനിടെ ഷിബു സമീപത്തെ കനാലിലേക്ക് തെറിച്ചു വീണിരുന്നു. അവിടെ നിന്ന് വീണ്ടും കരയ്ക്ക് കയറ്റിയ ശേഷം വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. കൂടുതൽ ആളുകൾ, വിഷ്ണുവിന്റെ സുഹൃത്തുക്കളടക്കം അയൽവാസികളടക്കം സ്ഥലത്തേക്ക് എത്തി കൂട്ടം ചേർന്ന് അതിക്രൂരമായ മർദ്ദനം, നെഞ്ചിലടക്കം ചവിട്ടി അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനിടെ ഹൃദയാഘാതം കൂടി ഈ ഷിബുവിനുണ്ടായി എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്താണ് മരണകാരണം എന്നത് വ്യക്തമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. ആദ്യം കായംകുളത്തെ ആശുപത്രിയിൽ ഷിബുവിനെ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഷിബുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട മർദ്ദനം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. പക്ഷേ മരണകാരണം എന്താണ്? ഈ വലിയ കൂട്ടമർദ്ദനത്തിനിടെ ഷിബുവിന് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ള സംശയം പോലീസ് പറയുന്നുണ്ട്. അതാണോ മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വെളിച്ചം വീശേണ്ടത്. എന്തായാലും നിലവിൽ 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റ് 5 പേർക്കായുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. സമീപത്ത് തന്നെ ഇവർ ഉണ്ട്, അയൽവാസികളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ 7 പേരെയും ഉടൻ തന്നെ കസ്റ്റഡി എടുക്കുമെന്നാണ് കായംകുളം ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത്. വലിയ സംഭവമാണ്, വലിയ വ്യാപ്തിയുള്ള സംഭവമാണ്. ഒരു ആരോപണം മാത്രമാണ്, സംശയം മാത്രമാണ് ഈ സ്വർണ്ണം മോഷ്ടിച്ചു എന്നുള്ളത് ഷിബുവിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരുന്നത്. അതിന്റെ പേരിലാണ് അതിക്രൂരമായ മർദ്ദനത്തിൽ മരണപ്പെടുന്ന ഒരു
ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും ഇതിൽ വിശദമായ അശ്വിൻ അന്വേഷണം പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ആലപ്പുഴ കായംകുളത്ത് നിന്ന് പുറത്തു വരുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് മധ്യവയസ്കനെ 7 അംഗ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എഫ്ഐആറിൽ 7 പേരുടെ പേരുവിവരങ്ങളാണുള്ളത്. കൂടുതൽ പേർ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലുണ്ടാകും. കന്യാകുമാരി സ്വദേശിയായ ഷിബു എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കാണാതായതിനെ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരും അയൽവാസികളും ഉൾപ്പെടെ 7 പേർ ചേർന്ന് ഇയാളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.